വിശുദ്ധ റംസാന്റെ പുണ്യനിറവിൽ പ്രവീണ. റംസാൻ വ്രതാനുഷ്ഠാനവുമായി ഒരു സ്കൂൾ വനിതാ പ്രിൻസിപ്പൽ. നെന്മാറ ബത്ലഹേം ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ VK പ്രവീണയാണ് ഈ വ്യത്യസ്തയായ നോമ്പുകാരി. 1.5 പതിറ്റാണ്ടായി തുടരുന്ന ചര്യ ജീവിതത്തിൽ വലിയ ആത്മീയ ഉണർവ് തരുന്നതായി പ്രവീണ പറയുന്നു. സുകേഷ് വല്ലങ്ങിക്കൊപ്പം ജലീൽ അനുപുറം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ഹിജറ വർഷമായ റംസാൻ മാസത്തിലെ 1 മാസം നീളുന്ന വ്രതാനുഷ്ഠാനത്തിന്റെ ആത്മീയ നിർവൃതിയിലാണ് പ്രവീണ എന്ന ഈ പ്രിൻസിപ്പൽ. മുസ്ലിങ്ങളുടെ വ്രതചിട്ട അതേപടി ജീവിതത്തിൽ പകർത്തുകയാണ് കുട്ടികളുടെ പ്രിയങ്കരിയായ ഈ മുഖ്യ അധ്യാപിക. നെന്മാറ തിരുവഴിയാട് വടക്കേ നായർ വീട്ടിൽ വിനോദ് നാരായണന്റെ ഭാര്യയാണ് 48-കാരിയായ പ്രവീണ. മകൾ സായി അമേയ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 15 വർഷം മുമ്പ് 33ാം വയസ്സിൽ എടുത്തു തുടങ്ങി റംസാൻ വ്രതം ഇന്നും അതുപോലെ തുടരുന്നുവെന്ന് പ്രവീണ UTVയോട് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു ലൈഫിലൊരു സങ്കടകരമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ നോൽമ്പ് തുടങ്ങിയത്. പിന്നീട് അതങ്ങോട്ട് ജീവിതത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും റംസാൻ നോൽമ്പ് കാലം വരുമ്പോൾ അത് എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നാറില്ല. നേരെ തിരിച്ച് എന്ത് കഷ്ടം ഉണ്ടായാലും അത് എടുക്കണം എന്നാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം കിട്ടിയത് കൂടിയായിരിക്കാം ചിലപ്പോൾ എനിക്കിത് വീണ്ടും വീണ്ടും എടുക്കണമെന്ന് തോന്നിയിട്ടുള്ളത്. പുലർച്ചെ 4 മണിക്ക് ഉറക്കമെണ്ണീറ്റ് ഓട്സും അല്പം വെള്ളവുമാണ് കുടിക്കുക. പിന്നീട് പകലന്തിയോളം അന്നപാനീയങ്ങൾ സർവ്വതും സമ്പൂർണമായും വെടിഞ്ഞുള്ള നോയമ്പ്. സന്ധ്യയ്ക്ക് മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഉടൻ നാരങ്ങാവെള്ളം കുടിച്ച് നോമ്പ് അവസാനിപ്പിക്കും. തുടർന്ന് സാധാരണ പോലെ ഭക്ഷണം കഴിക്കുമെന്ന് പ്രവീണ പറഞ്ഞു. രാവിലെ ഒരു 4:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. അതിനുശേഷം എന്തെങ്കിലും വെള്ളം കുടിക്കും, കൂടെ കുറച്ച് ഓട്സോ എന്തെങ്കിലും കഴിക്കും. അതിനുശേഷം ആസ് യൂഷ്വൽ ഡെയിലി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. വൈകുന്നേരം നോമ്പ് തുറക്കുന്നത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തീർച്ചയായും അവരുടെ ഒരു രീതിയൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന അവരുടെ മതപുസ്തകങ്ങളോ അതൊന്നും നമുക്ക് അത്ര അധികം അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് നമ്മുടെ വിളക്ക് കൊളുത്തി, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്, അതുകൊണ്ട് തന്നെ വിളക്ക് കൊളുത്തി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് നോമ്പ് തുറക്കാറ്. അത് ആസ് യൂഷ്വൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ ഡേറ്റ്സ് എന്തെങ്കിലും കഴിക്കും. പിന്നെ എന്താണോ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കുറച്ച് കഴിക്കും. അത്രയേ ഉള്ളൂ. പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമാണ് എപ്പോഴും കഴിക്കാറ്. പാരമ്പര്യമായും അങ്ങനെ തന്നെ. ഭർത്താവിൻ്റെയും മകളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നത്. കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായാണ് റംസാൻ വ്രതം എടുത്തു തുടങ്ങിയത്. അത് സഫലമായി. ഈ കടുത്ത വേനലിലും വ്രതം തനിക്ക് ഏറെ ആത്മീയമായ ഊർജം നൽകുന്നുണ്ടെന്ന് പ്രവീണ പറഞ്ഞു. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എന്നല്ല, നമ്മളുടെ ഒരു വിശ്വാസമാണ് അതിൽ കൂടുതലുള്ളത്. ഞങ്ങളുടെ ഹിന്ദു മതത്തിലുള്ള ഏകദേശം ഏകാദശികൾ അല്ലെങ്കിൽ ഷഷ്ടി, സംകഷ്ടി അങ്ങനെയുള്ള, അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം അതെല്ലാം എടുക്കാറുണ്ട്. ശിവരാത്രി, തിരുവാതിര. അതോടൊപ്പം തന്നെ ഞാൻ കൂടുതലൊരു സെക്യുലർ ആയിട്ട് അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹിന്ദു മതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ റംസാൻ നോൽമ്പ് എടുക്കാറുണ്ട്. കൂടെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ പോകാറുണ്ട്, അവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഒരു പക്ഷേ ഞാൻ വളർന്നു വന്നതും അല്ലെങ്കിൽ ഞാൻ കണ്ടുപഠിച്ച കാര്യങ്ങളും ആയിരിക്കാം എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഇങ്ങനെ ആവാനൊരു കാരണം. എൻ്റെ ഒരു വിശ്വാസം നമ്മളുടെ എല്ലാ പ്രാർത്ഥനകളും ഒരു ദൈവത്തിലേക്ക് എത്തിപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പല പേരുകളിൽ വിളിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും നമ്മുടെ പ്രാർത്ഥനകൾ ഏതോ ഒരു ശക്തിയിലേക്കാണ് എത്തുന്നതെന്നും എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കർണാടകയിലെ മാംഗ്ലൂരുവിൽ കർണാടക ബാങ്ക് സീനിയർ മാനേജറാണ് ഭർത്താവ് വിനോദ് നാരായണൻ. ഭർത്താവിൻ്റെയും മകളുടെയും അയൽവാസികളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ട്. പതിവ് ഭക്ഷണത്തിന് പുറമെ മുസ്ലിം പള്ളിയിൽ നിന്നും ജീരകക്കഞ്ഞിയും ലഭിക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു. കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതാനും. UTV ന്യൂസ്, പാലക്കാട്.